ഗൈസ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. നിങ്ങൾക്ക് എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ? ഞാൻ അവിടെ സുഖമായിട്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ദുബായിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നോട് കുറേ പേര് ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കാണുന്നവരും ചോദിക്കുന്നുണ്ടായിരുന്നു എങ്ങനെയാണ് ജോബ് കിട്ടിയത്, ദുബായിൽ എങ്ങനെയാണ് കിട്ടിയത്, പിന്നെ ഏത് ആപ്സ് വഴിയാണ് ജോബ് നോക്കുന്നുണ്ടായിരുന്നത്, പിന്നെ ഗൂഗിൾ വഴിയാണോ, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ വർക്ക് ലൈഫ് എങ്ങനെയാണ്, അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കൊണ്ട് കുറച്ച് ഹെൽപ്ഫുൾ ആവണമെങ്കിൽ ആവട്ടെ വിചാരിച്ചിട്ടാട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എനിക്കും കുറേ കാര്യങ്ങളൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനും ഓരോരുത്തരോട് വഴി ചോദിച്ചിട്ടും അതുപോലെ തന്നെ സ്വയം കണ്ടെത്തിയതാട്ടോ പല കാര്യങ്ങളും. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ കുട്ടി ഇൻഫോർമേഷൻ നിങ്ങൾക്കും കൂടി നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവണമെങ്കിൽ ഹെൽപ്ഫുൾ ആവട്ടെ വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ സത്യം പറയുകയാണെങ്കിൽ 3 കൊല്ലങ്ങൾക്ക് മുന്നാണ് ഞാൻ ദുബായിക്ക് പോയത്. കല്യാണം കഴിഞ്ഞ് അപ്പോൾ തന്നെ ഞാൻ ദുബായിക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് സത്യം പറയുകയാണെങ്കിൽ വർക്കിന് പോവുക അങ്ങനെയൊന്നും എനിക്ക് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടം ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം ഞാൻ സത്യം പറയുകയാണെങ്കിൽ MBA പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് ഡ്രോപ്പ് ചെയ്ത് വേഗം മാരേജ് ചെയ്തു. വീഡിയോ ഇടയ്ക്കിടയ്ക്ക് കട്ടാവും, നിങ്ങൾക്ക് ഡിസ്ട്രാക്ഷൻ ഉണ്ടാവില്ല വിചാരിക്കണം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തോ ഒരു പോപ്പപ്പ് മെസ്സേജ് ഇങ്ങനെ വന്നുകൊണ്ട് കിടക്കുക, എന്ത് ചെയ്തിട്ടും റെഡി ആവണില്ല. അപ്പോൾ അതാട്ടോ. അപ്പം ഞാനാണെങ്കിൽ എനിക്ക് ഭയങ്കര മടിയായിരുന്നു ജോബിന് പോകാനും കാര്യങ്ങളൊക്കെ. അതുപോലെ MBA ഡ്രോപ്പ് ചെയ്തിട്ടായിരുന്നു ഞാൻ വേഗം മാരേജ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് ആദ്യമൊക്കെ ഭയങ്കര മടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഞാൻ പോവാണ്ട് കുറേ നാൾ ഇരുന്നു. പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു വീട്ടിലിരുന്നിട്ട് എന്താ ജസ്റ്റ് ഒന്ന് ജോബ് നോക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ ഏട്ടനോട് ചോദിച്ചപ്പോഴാണെങ്കിൽ എൻ്റെ വലിയ താല്പര്യമോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ വർക്കിന് പോകാൻ. പിന്നെ എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടി നീ പോകണമെങ്കിൽ പൊക്കോ എന്നുള്ള രീതിയിലായിരുന്നു കേട്ടോ. അപ്പോൾ ഏട്ടനോട് ഞാൻ ചോദിച്ചു എങ്ങനെയാണ് ജോലി ഇങ്ങനെ കണ്ടുപിടിക്കണമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് നീ ഗൂഗിൾ വഴി അല്ലെങ്കിൽ ആളെനിക്കൊരു ആപ്പ് പറഞ്ഞു. അപ്പോൾ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡൂബിസെൽ എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് ഉണ്ട് കേട്ടോ. അതാണ് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത്. വേറെ ഒന്നും കാര്യങ്ങളോ ഒന്നും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ എന്തായാലും വീട്ടിൽ വെറുതെ ഇരിക്കണ സമയത്ത് ജസ്റ്റ് ഗൂഗിളിൽ ജോബ്സ് ഇൻ ഹൗ ടു ഗെറ്റ് ജോബ്സ് ഇൻ ദുബായ് എന്നൊക്കെ ഞാൻ സെർച്ച് ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല ഡൂബിസെൽ ആപ്പ് ഉണ്ടല്ലോ. അപ്പോൾ ആപ്പിൽ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്കിങ്ങനെ ആപ്പിൽ കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമുക്ക് വീട് വേണമെങ്കിൽ പുതിയ വീട് നോക്കാം. പിന്നെ നമുക്ക് കുറേ ഫർണിഷിങ്ങിൻ്റെ ഐറ്റംസ് അങ്ങനെ പറഞ്ഞിട്ടൊരു ആപ്പാണ്. കുറേ സംഭവങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പം അതിൽ ഞാൻ ഇങ്ങനെ ജോബ്സ് ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ ഹയർ ചെയ്യാം ആൾക്കാരെ. ഇതിപ്പോൾ എനിക്കിപ്പോൾ വീട്ടിലൊരു മെയ്ഡിനെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ ഒരു തുടങ്ങിയിട്ട് എനിക്ക് അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് അതിൽ. അപ്പം ഞാൻ ആ ആപ്പിൽ ഞാനിങ്ങനെ ജസ്റ്റ് നോക്കിയപ്പോൾ ഇങ്ങനെ കുറേ ജോബ് ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ കിട്ടി. പിന്നെ ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രഷറാണ്, ഒരു എക്സ്പീരിയൻസും ഇല്ല, ഒന്നുമില്ല. എനിക്ക് എത്ര വയസ്സായിരുന്നു, 22 വയസ്സിൽ അങ്ങോട്ട് പോയതാണ്. അപ്പോൾ എനിക്കാണെങ്കിൽ ഫ്രഷറാണ്, ജോലിയുമില്ല കാര്യമില്ല, മുന്നത്തെ എക്സ്പീരിയൻസും ഇല്ല, ഒന്നുമില്ല. അപ്പം എനിക്ക് അതിൻ്റേതായിട്ട് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം പിന്നെ BBA കഴിഞ്ഞിട്ടാണെങ്കിൽ കൊറോണ ടൈമൊക്കെ കഴിഞ്ഞിട്ട് അപ്പം ഞാൻ BBA ആയിരുന്നു ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കൊറോണ ടൈമായിട്ട് ഒരു 1 ഇയർ ഗ്യാപ്പും കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഇതുണ്ടായിരുന്നു, എളുപ്പമാവോ കിട്ടാൻ, എന്നാലും ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാമെന്ന് ചോദിച്ചാൽ ഞാൻ ജസ്റ്റ് ഡൂബിസെല്ല് ഏട്ടൻ പറഞ്ഞ ആപ്പ് ആ വഴി ജസ്റ്റ് ഞാൻ അങ്ങനെ നോക്കി. അപ്പോൾ ഇങ്ങനെ നോക്കിയപ്പോൾ ഞാൻ കുറേ ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ടു. അപ്പോൾ ഞാനാണെങ്കിൽ എനിക്കറിയില്ല എന്ത് ജോബ് ചെയ്യണം. കാരണം എനിക്ക് BBA ഞാൻ സത്യം പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് എടുത്തതൊന്നുമില്ല, ജസ്റ്റ് ഒരു ഫ്ലോയിൽ ഞാൻ എടുത്തു പോയതാണ്. +2 വരെ സയൻസ് ബാക്ക്ഗ്രൗണ്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. കോളേജ് ആയപ്പോൾ ഞാൻ കോമേഴ്സിലേക്ക് ചാടി. അപ്പോൾ അറിയാലോ, പ്രത്യേകിച്ച് കോമേഴ്സ് ഫീൽഡ് അല്ലെങ്കിൽ എനിക്ക് ഇന്നതാവണമെന്നും എനിക്ക് അങ്ങനെ വലിയതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു ജസ്റ്റ് ജോബ് നോക്കാമെന്ന് വെച്ചിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് കുറേ എണ്ണമൊക്കെ ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ടു. പിന്നെ ഒരെണ്ണം എനിക്കിങ്ങനെ വന്നു. അതാണെങ്കിൽ അതാണ് എനിക്ക് ആദ്യം ദുബായിൽ പോയതിന് ശേഷം ഫസ്റ്റ് ഇൻ്റർവ്യൂവും അതുപോലെ തന്നെ ഫസ്റ്റ് ജോബ് എനിക്ക് കിട്ടിയത് അതായിരുന്നു. അപ്പം ഞാനിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഡൂബിസെൽ ഇങ്ങനെ നോക്കുമ്പോൾ നമ്മളെ മെയിൽ ID യും കാര്യങ്ങളും നമ്മളെല്ലാ കാര്യങ്ങളും അവിടെ പോവുകയാണെങ്കിൽ തന്നെ നമ്മൾ ആദ്യം തന്നെ ഒരു സിം എടുക്കണം കേട്ടോ. എന്നാലാണ് നമുക്ക് ഈ കോൾസും ഇൻ്റർവ്യൂവിനും ഇതിൻ്റെ കോൾസും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുള്ളൂ. അപ്പം ഞാനാണിങ്ങനെ ജസ്റ്റ് ഇമെയിൽ നോക്കിയപ്പോൾ എനിക്കിങ്ങനെ ഒരു ഇത് വന്നു, ഒരു ഇൻറ്റീരിയർ ഡിസൈനിങ് കമ്പനിയുടെ ആയിരുന്നു. അപ്പോൾ എന്തെങ്കിലും ആവട്ടെ, എന്തോ അഡ്മിനോ എന്തോ ഒരു പൊസിഷൻ്റെ ആയിരുന്നു. അപ്പോൾ എന്തെങ്കിലും ആവട്ടെ, ഒന്നും അറിയില്ലല്ലോ, മീൻസ് ഒന്നും അറിയാത്തതുകൊണ്ട് ഏതെങ്കിലും ഒരു ഫീൽഡിൽ കയറി പറ്റാന്നുള്ള രീതിയിലായിരുന്നു കേട്ടോ. അപ്പോൾ തന്നെ കുറേ ഈ വക വേറെ ടൈപ്പ് ജോബുകൾ ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ടെലികോളിങ് അങ്ങനത്തെ ഇതൊക്കെ. അപ്പം ഞാൻ ആ സമയത്ത് സത്യം പറയുകയാണെങ്കിൽ അത് കാരണം ഒന്നും അറിയില്ല, ഒരു ജോബിനെ കുറിച്ചിട്ടോ കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പം എന്തെങ്കിലും ഒന്ന് ജസ്റ്റ് കയറി ഒരു എക്സ്പീരിയൻസ് ആവാന്നുള്ളൊരു രീതിയിലായിരുന്നു.
അപ്പം എനിക്കൊരു ഇൻറ്റീരിയർ ഡിസൈനിങ് കമ്പനിയിൽ എന്നോട് ഇൻ്റർവ്യൂവിന് വരാൻ പറഞ്ഞു. അപ്പം എനിക്ക് ഭയങ്കര ടെൻഷനായിട്ട്. അപ്പോൾ ഏട്ടൻ എന്നെ നീ ഇപ്പോൾ ക്യാബ് വിളിച്ചൊന്ന് ഞാൻ അങ്ങനെ പോയി കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഇൻ്റർവ്യൂവിന് തന്നെ എനിക്ക് അത് സെലക്ഷൻ കിട്ടി. ഇതിനൊരു അഡ്മിനായിട്ടായിരുന്നു അതിൽ. അപ്പം അഡ്മിനായിട്ടായിരുന്നു കേട്ടോ എനിക്ക് അവിടെ ജോബ് കിട്ടിയിട്ടുണ്ടായിരുന്നേ. അപ്പം ഞാനവിടെ നമുക്ക് 1 വീക്ക് അവർ ട്രെയിനിങ് നമുക്ക് തന്നിരുന്നു. നല്ല രീതിയിൽ അടിപൊളിയായിട്ട് ട്രെയിനിങ്ങും കാര്യങ്ങളും. പിന്നെ എനിക്കൊരു ചേച്ചി ഉണ്ടായിരുന്നു, ആ ഒരു നോർത്ത് ഇന്ത്യൻ കാര്യത്താണ്. ആളും എന്നെ നല്ല രീതിയിൽ ഹെൽപ്പൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ, ഓരോന്ന് പറഞ്ഞവരൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. എല്ലാം അടിപൊളിയായിരുന്നു. ബട്ട് ഞാൻ അവിടെ ഒരു 1 വീക്കാട്ടോ പോയേ. 1 വീക്ക് പോയിട്ട് ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വോമിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പം എനിക്ക് മനസ്സിലാവണം എന്താണ് സംഭവം. പിന്നെയാണ് മനസ്സിലായി പ്രഗ്നൻ്റ് ആണ്. പിന്നെ എൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസി ആയിരുന്നു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒന്നും അറിയില്ല, ഒരു തേങ്ങ അറിയില്ല. എനിക്കാണെങ്കിൽ റിലേറ്റീവ്സ് ആയിട്ടുള്ള അങ്ങനെ ബേബീസ് ഉള്ളവരുടെ അടുത്തൊന്നും ഞാൻ അങ്ങനെ അധികം മിങ്കിൾ ചെയ്തിട്ടില്ല. ബേബീസൊക്കെ കുറേ പേർക്ക് ഉണ്ട്, എന്നാലും നമ്മളങ്ങനെ അടുത്തെടുത്ത് നടക്കുകയോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഒന്നും അറിയില്ല. അപ്പോൾ ആകെ അതിൻ്റേതായിട്ടുള്ളൊരു ടെൻഷനും കാര്യങ്ങളും പിന്നെ അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ആ ജോബ് വേണ്ട വെച്ചിട്ടു. അപ്പോൾ ആളോട് സത്യം പറയുകയാണെങ്കിൽ എനിക്ക് പറയായിരുന്നു, അതായത് ഇങ്ങനെ പ്രഗ്നൻ്റ് ആണ്, അതുകൊണ്ടാണ്. ഇപ്പോൾ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു, അച്ഛനും അമ്മയൊക്കെ ആയിട്ട് ഭയങ്കര ഫ്രണ്ട്ലി ഒക്കെ ആയിരുന്നു, ആൾ സംസാരിക്കാറൊക്കെ ഉണ്ട്. ബട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പ്രഗ്നൻ്റ് ആയതുകൊണ്ട് ഞാനൊന്നും പറയാണ്ടാണ് ഞാൻ ജസ്റ്റ് പോകുന്നത്. ട്രെയിനിങ് പീരീഡ് കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്യണ ദിവസം ഞാൻ പോയില്ല. അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ അമ്മ പറയും ഇങ്ങനെ പ്രഗ്നൻ്റ് ആയതുകൊണ്ടാണ് പോവാത്തത്. അപ്പം എന്താ പറയുക, ഞാൻ അങ്ങനെ ആ ജോബ് ഡ്രോപ്പ് ചെയ്തു. എന്നിട്ട് പിന്നെ ഫുൾ നാട്ടിലേക്ക് വന്നു. ഒരു 3rd month ഒക്കെ ആയപ്പോഴേക്കും ഞാൻ നാട്ടിലേക്ക് വന്നു. നാട്ടിൽ വന്നതിന് ശേഷം പിന്നെ ഡെലിവറി കാര്യങ്ങൾ, കുട്ടിയായി പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. പിന്നെ നമ്മുടെ ഫുണ്ണൂന് ഒരു 6 മാസമൊക്കെ ആയപ്പോൾ നമ്മൾ ദുബായിക്ക് തിരിച്ചു. 6 മാസമായപ്പോൾ നമ്മൾ ദുബായിൽ വന്നു. പിന്നെ അതിന് 1 year 1.5 ഒക്കെ ആയപ്പോൾ ഞാൻ വിചാരിച്ചു എന്താ പറയുക ജോബ് നോക്കാം. പിന്നെ അച്ഛനും അമ്മയും പറഞ്ഞു നിനക്കിപ്പോൾ എന്താ പറയുക ഇപ്പോൾ 25 വയസ്സായുള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പ്രായം ഞാനും നോക്കുമ്പോൾ ഇപ്പോൾ 22 വയസ്സ് കല്യാണം കഴിഞ്ഞ് വന്നു, പെട്ടെന്ന് 25 ഒരു കുട്ടിയെ ഇതായി. അപ്പോൾ എന്താ പറയുക പെട്ടെന്നാണ് സമയം പോണത്, നമുക്ക് തന്നെ അറിയില്ല. പെട്ടെന്നാണ് എല്ലാ കാര്യങ്ങളും കൊണ്ടുവരുന്നത്. ഇപ്പോൾ 2 വയസ്സായി, എന്ത് പെട്ടെന്നോ ഓരോ കാര്യങ്ങൾ പോണേ. അപ്പം ഞാൻ വിചാരിച്ചു ഇതുപോലെ ഇങ്ങനെ ഇരുന്നിട്ടും കാര്യമില്ല, അവർ പറഞ്ഞാലും കാര്യമുണ്ട് വിചാരിച്ചിട്ട് ഞാൻ കുറേ ജോബ് നോക്കി. പിന്നെ ആദ്യത്തെ ജോബ് കിട്ടിയത് എനിക്ക് അറിയില്ല, എന്തോ ഒരു ഭാഗ്യം കൊണ്ടാണെന്ന് തോന്നുന്നു ആ ടൈമിൽ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ജോബ് നോക്കുന്ന സമയത്താണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാനപ്പോൾ ഡൂബിസെല്ല് നോക്കുമ്പോഴാണെങ്കിൽ എനിക്ക് കുറേ വേറെ വേസ്റ്റ് അനുഭവങ്ങളും കാര്യങ്ങളും ഉണ്ട്. അതും ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പം ഞാനാണെങ്കിൽ ഡൂബിസെല്ല് മാത്രം നോക്കിയിട്ട് എനിക്ക് വലിയ ജോബോ കാര്യങ്ങളൊന്നും അധികം കിട്ടിയില്ല. കിട്ടുന്നത് പിന്നെ ഫുൾ അതെന്താണെന്നറിയില്ല. മുന്നത്തെ ഞാൻ പറഞ്ഞ പോലെ എന്തോ ദൈവഭാഗ്യം എന്തോ സംതിങ് എനിക്കറിയില്ല. അതും ഞാൻ പറഞ്ഞ പോലെ ആദ്യത്തെ ഇൻ്റർവ്യൂവിന് തന്നെ ആദ്യമായിട്ട് അവിടെ പോയി ഇൻ്റർവ്യൂവിന് തന്നെ കിട്ടുകയും ചെയ്തു. എനിക്കറിയില്ല എന്തോ ഒരു സംതിങ് ഗോഡ് ഗ്രേസ് അല്ലാണ്ട് എനിക്കൊന്നും പറയാനില്ല. രണ്ടാമത്തത് പിന്നെ ദുബായിൽ വന്നതിന് ശേഷം ഞാൻ പിന്നെ നോക്കണ സമയത്താണെങ്കിൽ ഡൂബിസെല്ല് ഇങ്ങനെ നോക്കണു, ജോബുകൾ ഇത് വരുന്നു, നമുക്ക് ഇൻ്റർവ്യൂ കോളുകളും കാര്യങ്ങളൊക്കെ വരുന്നു. പക്ഷേ ഇൻ്റർവ്യൂ കോളായിട്ട് ഞാൻ ഒറ്റയ്ക്കല്ല പോയിട്ടുണ്ടായിരുന്നു, അച്ഛനും ഉണ്ടായിരുന്നു. കാരണം ഫാമിലി ആയിട്ടല്ലോ ഇരിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ജസ്റ്റ് ഞാൻ പോയപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫേക്ക് ആയിട്ടുള്ള കുറേ സ്കാമിങ് ഉണ്ട് കേട്ടോ. അത് നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് പോണവർക്ക് മീൻസ് ആദ്യമായിട്ട് നമ്മൾ എന്താ പറയുക, ഞാനാണെങ്കിലും ചിലപ്പോൾ പറ്റിക്കപ്പെടും. എനിക്ക് പിന്നെ ഏട്ടൻ ഒക്കെ ഉള്ളതുകൊണ്ട് ഏട്ടൻ പറഞ്ഞു അങ്ങനെ കുറേ സ്കാമിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാ ഇൻ്റർവ്യൂവും ജെന്യുവിനും കാര്യങ്ങളൊന്നും ആവണമെന്നില്ല, നീ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ അറിഞ്ഞിട്ട് നീ പോയാൽ മതി. എന്നാലും അതൊക്കെ പറഞ്ഞു തന്നാലും നമുക്ക് ചില സമയത്ത് ചില ഇൻ്റർവ്യൂ കോൾസും കാര്യങ്ങളൊക്കെ നമുക്ക് സ്കാം ആവുമെന്ന് നമുക്ക് മനസ്സിലാവില്ല. അപ്പം അങ്ങനെ ഒരു എക്സ്പീരിയൻസ് എന്താ ലൈഫിൽ ഉണ്ടായിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനും അച്ഛനും കൂടിയിട്ട് ഒരു ഇൻ്റർവ്യൂ കോൾ വന്നിട്ട് ഞങ്ങൾ പോയപ്പോൾ കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട് കേട്ടോ, ഞങ്ങൾ സ്റ്റേ ചെയ്യാൻ എടുത്തുനിന്നു. അപ്പോൾ കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ അവിടെ പോയപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെന്നോട് ചോദിച്ചു, പാസ്പോർട്ട് കൊണ്ടുവരാൻ പറഞ്ഞു, പിന്നെ വേറെ എന്തോ സംഭവങ്ങളൊക്കെ കൊണ്ടുവരാൻ, സർട്ടിഫിക്കറ്റ്സ് കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് എന്നോട് ചോദിച്ചു ഇവിടെ ഇന്ന പൊസിഷനാണുള്ള സാലറി ഭയങ്കര ഹൈ സാലറി കേട്ടോ. ഒരു ഫ്രഷർ എന്ന നിലയ്ക്ക് എനിക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത അത്രയധികം സാലറിയാണ് അവർ നമുക്ക് പറഞ്ഞു തന്നത്. ഇത്ര രൂപയാണ് സാലറി കാര്യങ്ങൾ. മൺഡേ തന്നാൽ തന്നെ നിങ്ങൾക്ക് പിന്നെ ഇൻ്റർവ്യൂവിനുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ജസ്റ്റ് അവരുടേതായിട്ടുള്ള ഒരു രീതിയിൽ ജസ്റ്റ് ഒന്ന് ചോദിച്ചു. എന്നിട്ട് പറഞ്ഞു നിങ്ങൾ സെലക്റ്റഡ് ആണ്, മൺഡേ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, ഇത്രയാണ് സാലറി, ഇത്ര മണിക്ക് തൊട്ട് ഇത്ര മണി വരെയാണ് കാര്യം. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തോ, അടിപൊളിക്കിട്ടു, സൂപ്പർ, എന്താ അല്ലേ എന്ന് ചോദിക്കും. പിന്നെ പറയാം നിങ്ങൾ ഇത്രയും രൂപ അടയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ന സ്ഥലത്ത് നിങ്ങൾക്ക് ഇന്ന സാലറിയിൽ നിങ്ങൾക്ക് കിട്ടും. അപ്പം ഞാൻ വെച്ചു എന്നിട്ട് അത് ഇത്രയും രൂപ കൊടുത്താൽ എങ്ങനെ കിട്ടുമോ എന്നുള്ള ഒരു ഇത്. അപ്പം ഏട്ടൻ ഓൾറെഡി പറഞ്ഞു തന്നു, മനസ്സിലാക്കി തന്നത് കൊണ്ട്
ഇത് മീൻസ് കുഴിയിൽ പെട്ടില്ല. ചിലര് ഞാൻ നോക്കുമ്പോൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ആൾക്കാർ ഒന്നും അറിയാത്തൊരു ഈ ചെറിയ ഫ്രഷർ പിള്ളേര് വന്നിട്ട് ഇവർ ഫ്രഷേഴ്സിനാണ് കൂടുതൽ നോക്കണ്ടായിരുന്നത്. കാരണം നമ്മുടെ എക്സ്പീരിയൻസിൽ നോക്കുമ്പോൾ ഫ്രഷറാന്ന് അവർ കാണുകയും ചെയ്യും. പിന്നെ അവർ ആ മറ്റേ ഡിസ്ക്രിപ്ഷനിൽ ഫ്രഷേഴ്സ് ആ ദേ ലുക്കിംഗ് ഫോർവേഡ് ഫോർ ഫ്രഷേഴ്സ് എന്നും കൂടുതൽ ഇട്ടിട്ടുണ്ട് അങ്ങനെ. അപ്പം നോക്കുമ്പോൾ ആണെങ്കിൽ ഫ്രഷേഴ്സ് പിള്ളേര് ഒന്നും അറിയാത്ത കുറ്റങ്ങൾ അവർക്ക് ജോലി കിട്ടി ഇത്ര സാലറി എടുത്തൊക്കെ കാണുമ്പോൾ വീണ് അവർ ആ പൈസ കൊടുത്ത് ആ പൈസ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ദുബായ് എന്ന് പറഞ്ഞിട്ടോ എനിക്കറിയില്ല, കേസ് കൊടുക്കേണ്ട കാര്യമൊന്നും എനിക്കറിയില്ല. നോക്കുമ്പോൾ കുറേ പൈസ അവരങ്ങനെ പോകുന്നുണ്ട്. അപ്പം ഞാൻ അങ്ങനെ ഇല്ല എനിക്കതിന് താല്പര്യമില്ല, പൈസ കൊടുത്തിട്ടുള്ള സംഭവമാണ് എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ പോന്നു. പിന്നെയാണ് ഞാൻ ഓരോ ആൾക്കാരും ഇതുപോലെ ഇൻ്റർവ്യൂവിനും കാര്യങ്ങളൊക്കെ പോകുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ആൾക്കാർ പൈസ അങ്ങനെ പോയിട്ടുണ്ട്, തിരിച്ച് പൈസ ചോദിക്കാൻ പോയപ്പോൾ ഭയങ്കര ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് കഴുത്തിൽ പിടിച്ചതൊക്കെ അങ്ങനെ എന്തൊക്കെയൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ പറയുക, അങ്ങനെ സ്കാമിങ്ങും കുറേ ഉണ്ട്. ഞാൻ സത്യം പറയുകയാണെങ്കിൽ ഞാൻ 2-3 സ്കാമിങ്ങിൽ അങ്ങനെ ഇതായിട്ടുണ്ട്. പൈസ ഒന്നും കൊടുത്തിട്ട് നമ്മൾ ഇതായി പോയിട്ടില്ല. പിന്നെ എന്താ പറയുക, ഞാൻ ആപ്പ് ഡൂബിസെല്ല് നോക്കി. പിന്നെ ഞാൻ വേറെ ആപ്പ് കണ്ടുപിടിച്ചതെന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഗൂഗിളിൽ നോക്കുമ്പോൾ നമുക്ക് കിട്ടിയായിരുന്നു. ഇൻഡീഡ് എന്ന് പറഞ്ഞിട്ടൊരു ആപ്പാണ്, അത് നല്ലൊരു ആപ്പാട്ടോ. ഇൻഡീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നൗക്കരി ഗൾഫ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മളുടെ വേറെ ഏതോ ലിങ്ക്ഡൺ, ഇങ്ങനത്തെ കുറേ ആപ്സ് ഉണ്ട്. അപ്പോൾ ഇതിലൊക്കെ ഞാൻ എല്ലാത്തിലും അയച്ചതിൻ്റെ CV യും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ. അപ്പോൾ പിന്നെ എന്താ ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഡീഡിൽ നിന്നും ഡൂബിസിൽ നിന്നും എല്ലാത്തിൽ നിന്നും നമുക്കിങ്ങനെ ഓരോന്ന് വരുന്നു. പിന്നെ മനസ്സിലായി തുടങ്ങി ഏതാണ് ഫേക്ക് അല്ലെങ്കിൽ സ്കാം ആയിട്ടുള്ള മെസ്സേജസും അല്ലെങ്കിൽ സ്കാം ആയിട്ട് അവരാണെങ്കിൽ സ്കാമേഴ്സ് ആണെങ്കിൽ ഞാൻ ശ്രദ്ധിച്ചതെന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻ്റർവ്യൂ കോള് അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിന് മെസ്സേജ് അയക്കുന്ന സമയത്ത് അവർ അടിയിൽ എന്താ പറയുക അവരുടെ ഡീറ്റെയിൽസോ കാര്യങ്ങളോ അവരുടെ ഡീറ്റെയിൽസും ഉദ്ദേശിക്കുന്നത് അവരുടെ നമ്പറോ കാര്യങ്ങളോ ഒന്നും അതിൽ മെൻഷൻ ആക്കില്ല. ഇന്ന സ്ഥലത്ത് ഇന്ന ടൈമിൽ ഇൻ്റർവ്യൂവിന് വരാൻ മാത്രമേ ഇതുള്ളൂ. ജെന്യൂൻ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അടിയിൽ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിലേക്ക് കോൺടാക്ട് ചെയ്ത് ഇന്ന സ്ഥലമാണ് ലൊക്കേഷൻ അയച്ചത് ഒരു കാര്യങ്ങളൊക്കെ ചെയ്യും. ചില ഇതിൽ നമ്പർ തന്നിട്ടും സ്കാം ചെയ്യണവരുണ്ട് കേട്ടോ. അപ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. എനിക്ക് 2-3 ഞാൻ പറഞ്ഞില്ല ഇതുപോലെ ഇതായിട്ട്, അതും കുറേ ദൂരമുള്ള സ്ഥലമായിരുന്നു. പിന്നെ ഒരു സ്കാമിങ് മീൻസ് ഇതുപോലെ സ്കാം ഇൻ്റർവ്യൂ ആയപ്പോൾ ഞാൻ അങ്ങനെ ജസ്റ്റ് കോൾ ചെയ്തിട്ട് ഇങ്ങനെ കോൾ വന്നപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് പൊസിഷൻ, എന്താണ് ഇതൊരു കൺസൾട്ടൻസി ആണോ ഞാൻ ചോദിച്ചു. ഇതൊരു കൺസൾട്ടൻസി ആണോ എന്താണ്? അപ്പോൾ ആ പെണ്ണ് കാരണം എനിക്ക് താല്പര്യമില്ല എൻ്റെ ടൈമും ഇതൊന്നും വേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ പറയുന്നത് കൺസൾട്ടൻസി ആണോ എന്ന് പറഞ്ഞപ്പോൾ ആ പെണ്ണ് പറഞ്ഞു അതെ ജോബ് കൺസൾട്ടൻസി ആണ്. പിന്നെ അവിടേക്ക് പോയില്ല. അപ്പോൾ നമ്മൾ ധൈര്യപൂർവ്വം അല്ലാണ്ട് ആദ്യമേ കോൾ കിട്ടുമ്പോൾ നമ്മൾ കോൾ കിട്ടുമ്പോൾ പിന്നെ നമുക്ക് എക്സ്പീരിയൻസ് ആയില്ല അത്യാവശ്യം. പിന്നെ നമ്മൾ പേടിച്ചെന്നിട്ട് അയ്യോ അവരോട് അങ്ങനെ ചോദിക്കാൻ പാടുമോ എന്ന് ചേച്ചികളെ കാര്യങ്ങൾ നമ്മൾ അവരോട് സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് ചോദിക്കുക. പിന്നെ അതുപോലെ ഞാൻ എന്താ പറയുക സ്കാമും കാര്യങ്ങളോ അതിലൊന്നും ഇതായിട്ടില്ല. പിന്നെ നമുക്ക് മനസ്സിലായെങ്കിൽ ജെന്യൂൻ ആയിട്ടുള്ളത് അവിടെ കൂടുതൽ ശരിക്കും ഞാൻ നോക്കിയപ്പോൾ ആണെങ്കിൽ ഈ ഇമിഗ്രേഷൻ കൺസൾട്ടൻസിയിൽ കുറേ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ ഫിനാൻഷ്യൽ കമ്പനിയിൽ, പിന്നെ അതുപോലെ തന്നെ ടെലികോളേഴ്സിന് ഇവിടെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ്. ടെലികോളിങ് എനിക്ക് ആദ്യം ഒരു വിവരമില്ലാത്തതുകൊണ്ട് ടെലികോളിങ് പക്ഷേ പിന്നീട് ഞാൻ ദുബായിൽ വന്ന് ജോയിൻ ചെയ്തപ്പോഴാണെങ്കിൽ ഓരോരുത്തർ പറയണും കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ടെലികോളിങ് എളുപ്പമുള്ള കാര്യമല്ല. അതായത് ഒരു ദിവസം 100 കോൾ എത്രയൊക്കെ കോളൊക്കെ നമ്മൾ ചെയ്യേണ്ടി വരും. അങ്ങനെയാണ് ഇത്. അപ്പോൾ പറ്റും ചിലർ സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് അത് ചെയ്യാൻ കുഴപ്പമില്ല. എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ ഭയങ്കര ടോക്കറ്റീവ് ആണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ഒരു ദിവസം 100, പിന്നെ അവർക്ക് ടാർഗറ്റ് ബേസ്ഡ് ആണ്, കമ്മീഷൻ ബേസ്ഡ് ആണ്, അങ്ങനെയൊക്കെ. ശരിക്കും ടാർഗറ്റ് ബേസ്ഡും കമ്മീഷൻ ബേസ്ഡും ഒക്കെ നല്ലതാണ്. കാരണം നമ്മൾ ഓരോ ക്ലയൻസിനെ വിളിച്ചിട്ട് അവർ നമ്മളുടെ ഇതിനനുസരിച്ചിട്ട് വരികയാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് കമ്മീഷനും കിട്ടും, ഇൻസെൻറ്റീവ്സും അങ്ങനെ കാര്യങ്ങളൊക്കെ കിട്ടും, ബോണസൊക്കെ കിട്ടും. അത് നല്ലതാണ്. ബട്ട് എനിക്ക് അങ്ങനെ താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ജോബ് നോക്കിയപ്പോഴാണ് എനിക്ക് ഇമിഗ്രേഷൻ കൺസൾട്ടൻസിയിൽ ജോബ് കിട്ടുന്നുണ്ടായിരുന്നു. എന്തിൻ്റെതാണ് ടെലികോളർ അല്ല കൺസൾട്ടൻ്റ് ആയിട്ടുള്ള ജോബ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇൻ്റർവ്യൂവിന് പോയിട്ട് നമ്മൾ സെലക്ട് ചെയ്തു. പിന്നെ നമ്മൾ സെലക്ട് ചെയ്തപ്പോൾ പിന്നെ എനിക്ക് അയ്യോ ഇത് തന്നെയല്ല പണി. മീൻസ് ടെലികോളിങ്ങും കൺസൾട്ടൻറ്റ് ചെയ്യണം, നല്ല സാലറിയും കാര്യങ്ങളൊക്കെയാണ്. ടെലികോളേഴ്സും ഇങ്ങനെ കൺസൾട്ടൻസും കോൾ ചെയ്യണം, ഇത്ര ക്ലയൻസിന് ഇതാക്കണം, അങ്ങനെ കുറേ. അപ്പം എനിക്ക് ടാർഗറ്റ് ബേസ്ഡ് എനിക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, കാരണം ഞാൻ ഈ സോഷ്യൽ മീഡിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അത് നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതുപോലെ എനിക്ക് ഏറ്റവും എൻ്റെ മെയിനായിട്ട് ഞാൻ നോക്കുന്നുണ്ടായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ തലയ്ക്ക് ഭാരമില്ലാത്ത ഏതെങ്കിലും ഒരു സിമ്പിളായിട്ടുള്ള ജോലി, അത് ഭയങ്കര സാലറി കുറവാകാനും പാടില്ല, ഭയങ്കര എക്സ്പീരിയൻസോ കാര്യങ്ങളൊന്നുമില്ല. അപ്പം എനിക്ക് അനുസരിച്ചിട്ടുള്ള ഒരു ഇതായിരുന്നു ഞാൻ നോക്കുന്നുണ്ടായിരുന്നത്.
അപ്പം ഞാനാണെങ്കിൽ ഇങ്ങനെ നോക്കുന്ന സമയത്ത് എനിക്ക് ഇതുപോലെ ഈ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് ഓരോ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ ഫാമിലി ഡീറ്റെയിൽസും കാര്യങ്ങളും കുട്ടി ഉണ്ടെങ്കിൽ ഇല്ല. എനിക്ക് അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ദേഷ്യമാണ്. എന്ത് കുട്ടികളപ്പോൾ എന്ത് ജോലി തരാൻ ഇത്ര ബുദ്ധിമുട്ട്. അപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടി ഉണ്ടെങ്കിൽ ഞാൻ കുറേ ലീവ് എടുക്കും, അങ്ങനെ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ. അപ്പോൾ ഓരോ വക കാര്യങ്ങൾ. പിന്നെ ചില ആൾക്കാർ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാരീഡ് ആണോ മാരീഡ് ആൾക്കാർ എടുക്കുന്നില്ല. എനിക്ക് മനസ്സിലാണ് അവർ വേറെ എന്തിട്ടാണോ അവിടെ ചെയ്യണം. മാരീഡ് ആൾക്കാർ ഇപ്പോൾ എന്താണ് ഇപ്പോൾ ഇത്ര ബുദ്ധിമുട്ട് എടുക്കണോണ്ട് അങ്ങനെ ഓരോ വക കൊനിഷ്ട് ഇതൊക്കെ ഉണ്ട്. നമ്മൾ ഇപ്പോൾ എന്താ പറയുക, ദുബായ് വലിയ സംഭവമാണ്, മറ്റേതാണ് മറിച്ചതാണ്, അങ്ങനെയല്ല. ദുബായ് നമ്മുടെ നാട്ടിലത്തെ പോലെ തന്നെ നാട്ടിൽ നല്ല കാര്യങ്ങളുണ്ട്, അതുപോലെ തന്നെ ഒരു ഇതുപോലുള്ള പോലെ തന്നെ അവിടെ ഉണ്ട് നല്ല ഇതുകൊണ്ട്. മീൻസ് മോശമായിട്ടുള്ള കുറേ എക്സ്പീരിയൻസുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഓരോ ഇത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇപ്പം എനിക്ക് കിട്ടിയിട്ടുള്ള ജോബിൻ്റെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിതുപോലെ ഇങ്ങനെ നോക്കിയിട്ട് എനിക്കിങ്ങനെ കോള് വന്നു, ജെന്യുവിൻ ആണ് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ ചോദിച്ചു കൺസൾട്ടൻസി ആണോ. മിക്ക സ്ഥലത്തും കോള് വരണ സമയത്ത് ചോദിക്കും കൺസൾട്ടൻസി ആണോ. അപ്പോൾ അവർ പറയും അല്ല കൺസൾട്ടൻസി അല്ല, അത് ജെന്യുവിൻ ആയിട്ട്. അപ്പം ജെന്യുവിൻ ആണോ ചോദിക്കുമ്പോൾ ജെന്യുവിൻ ആയിട്ടുള്ളതാണ് വരാൻ പറയും. അങ്ങനെ ജസ്റ്റ് പോയിട്ട് ജോലി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ്. കാരണം സോഷ്യൽ മീഡിയ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുക, പ്രഷറുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ താല്പര്യമുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ നോക്കുന്നുണ്ടായിരുന്ന റിസപ്ഷനിസ്റ്റ് ജോബാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നമ്മൾ ക്ലയൻസ് ആയിട്ട് ജസ്റ്റ് ഡീൽ ചെയ്യാണ്ട് വേറെ രീതിയിൽ നമുക്ക് കമ്മീഷൻ ബേസ്ഡോ അല്ലെങ്കിൽ നമുക്ക് വർക്ക് പ്രഷറോ കാര്യങ്ങളൊന്നുമില്ല, വളരെ സ്മൂത്ത് ആൻഡ് സിമ്പിൾ. അങ്ങനെ എനിക്ക് ക്ലിനിക്കലൊക്കെ വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ക്ലിനിക്കൽ ഇങ്ങനെ റിസപ്ഷനിസ്റ്റ്, ഈ മെഡിക്കൽ ഇതിൽ അങ്ങനത്തെ ഇതൊക്കെ ഞാൻ കുറേ നോക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും എനിക്ക് കിട്ടിയില്ല. പക്ഷെ എനിക്ക് അവസാനം കിട്ടിയത് ഇമിഗ്രേഷൻ കൺസൾട്ടൻസിയിൽ. ഇത്രയും എന്താ പറയുക, ഇവിടെ നാട്ടിൽ നിന്ന് അവിടെ വന്നിട്ട് ഞാൻ ഇങ്ങനെ നോക്കിയത് റിസപ്ഷനിസ്റ്റ്. കുറേ നാളായിട്ട് ഞാൻ റിസപ്ഷനിസ്റ്റ് നോക്കിയൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഫസ്റ്റ് ടൈമായിട്ട് റിസപ്ഷനിസ്റ്റിന് ഇന്റർവ്യൂ കോൾ വന്നിട്ടായിരുന്നു. മുന്നേ വേറെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ആണെങ്കിലും മറ്റേത് മറിച്ചതെന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്കിത് വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. ഞാൻ പറയുന്നത് എന്തായാലും, കാരണം ഞാൻ ഓരോ ജോബ് എനിക്ക് ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ സെലക്ട് ആയെങ്കിൽ അപ്പം അച്ഛനമ്മയും പറയും എടി കിട്ടിയതല്ല, നീ ജസ്റ്റ് ഒന്ന് പോയി നോക്ക്, കിട്ടിയ ജോബല്ല, എന്താ പോകാണ്ടത്. അപ്പം ഞാൻ എനിക്ക് മനസ്സിനൊരു ഇതില്ല, വെറുതെ നിങ്ങൾ പറഞ്ഞു കേട്ടിട്ട് ഞാൻ കണ്ടതിൽ പോയിട്ട് എനിക്കൊരു സന്തോഷമില്ലാണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ജോലിക്ക് പോകാനേ വലിയ ഇഷ്ടമില്ലാത്ത ഒരാളാണ്. പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ, ഒരു എക്സ്പീരിയൻസ് ആവണമല്ലോ വിചാരിച്ചിട്ട് ഞാൻ പോയതാണ്. അപ്പോൾ പിന്നെ ഇവർ പറയും നിങ്ങൾക്ക് കിട്ടിയ ജോലി നീ പോന്ന് വേണ്ടി കുറേ ഞാൻ ഇല്ല, എനിക്ക് ഇഷ്ടപ്പെട്ട ജോലിയാണെങ്കിൽ ഞാൻ പോകണം. എനിക്കൊരു സന്തോഷം വേണം നമുക്ക് ജോലിക്ക് പോകുമ്പോൾ, അല്ലാണ്ട് വെറുതെ ആവശ്യമില്ലാണ്ട് അവർ പറഞ്ഞു, അച്ഛനമ്മ പറഞ്ഞു, അല്ലെങ്കിൽ ഏട്ടൻ പറഞ്ഞിട്ട് പോയിട്ട് ഒരു കാര്യമില്ല. നമുക്കൊരു സാറ്റിസ്ഫിക്കേഷനും കാര്യങ്ങളൊക്കെ വേണ്ടേ. അപ്പോൾ ഈ ജോബ് കിട്ടുന്നപ്പോൾ എനിക്ക് മനസ്സിലാവും ഞാൻ കാത്തിരുന്നേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മൂന്ന് മാസമൊക്കെ ഞാൻ കാത്തിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നോക്കിക്കൊണ്ടിരിക്കേണ്ടതെന്ന്. അല്ലാണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കും കാര്യങ്ങളും അങ്ങനെ. പിന്നെ 3 മാസം ഇങ്ങനെ എന്താ പറയുക, എനിക്ക് ഇഷ്ടപ്പെട്ട ജോബ് കിട്ടണമെന്ന് എനിക്ക് ഭയങ്കര ഒരു ആയിരുന്നു. കാരണം ഇവരെന്നോട് ബാക്കിയുള്ള ജോബൊക്കെ കിട്ടിയപ്പോൾ നീ പോന്ന് പറഞ്ഞപ്പോൾ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ജോബ് കിട്ടും എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ. അവസാനം ഇഷ്ടപ്പെട്ട ഒരു ജോബ് കിട്ടിയ റിസപ്ഷനിസ്റ്റ് ആയിട്ടായിരുന്നു എമിഗ്രേഷൻ കൺസൾട്ടൻസിയിലായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ പോയപ്പോൾ എനിക്കൊരു തേങ്ങയൊന്നും അറിയണ്ടായിരുന്നില്ല. അവിടെ പോയിട്ട് പിന്നെ അവരാണെങ്കിൽ നല്ല ഫ്രണ്ട്ലിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ആകെ 2-3 സ്റ്റാഫ്സ് മലയാളീസ് ഉണ്ടായിരുന്നുള്ളൂ, ബാക്കി ഫുള്ള് നോർത്ത് ഇന്ത്യൻസ് ആട്ടോ അവിടെ. അപ്പോൾ അവരാണെങ്കിൽ എനിക്ക് ഹെൽപ്പ് ചെയ്ത് തന്നു, ഇന്നതൊക്കെയാണ് കാര്യങ്ങൾ, ഇന്നതാണ് സംഭവങ്ങൾ എന്നൊക്കെ പറഞ്ഞ് 3 ദിവസത്തെ ട്രെയിനിങ്. ആ ട്രെയിനിങ്ങിൽ എൻ്റെ പെർഫോമൻസ് നല്ലതാണെങ്കിൽ അവരെടുക്കും, അല്ലെങ്കിൽ നമ്മൾ അവിടെ അങ്ങനെയാണ് പെട്ടെന്ന് ഫയർ ചെയ്യും, അങ്ങനെയാണ് അവിടുത്തെ കാര്യങ്ങൾ. അപ്പം ഞാൻ നോക്കിയപ്പോഴാണ് എനിക്ക് അവർ പറഞ്ഞൊന്നു കാര്യങ്ങളൊക്കെ മനസ്സിലായി. പിന്നെ ആദ്യം കുറച്ച് ദിവസം കാരണം നമ്മൾ പെട്ടെന്ന് ഒരു സ്ഥലത്ത് പോയിട്ട് പല ക്ലയൻസാണ് നമ്മളുടെ വരുന്നത്. നമ്മളാണ് ഫേസ് ഓഫ് ദ കമ്പനി എന്ന് പറഞ്ഞ പോലെ ഒരാൾ വരുമ്പോൾ ആദ്യം കാണുന്നത് തന്നെയാണ്. അപ്പോൾ ഞാനാണ് അവരെ ഗൈഡ് ചെയ്യേണ്ടത്, ഇന്ന കാര്യങ്ങളൊക്കെയാണ് ചെയ്യേണ്ടത്, ഇന്നതൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഞാനാണ് ഗൈഡ് ചെയ്യണ ആള്. അപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമല്ലോ. അപ്പം ഞാൻ ആദ്യത്തെ 3 ദിവസം കുറച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക, ഞാൻ പയ്യെ എനിക്ക് മനസ്സിലായി ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല. എന്താ പറയുക, നമ്മൾ ആൾക്കാരെ ഫേസ് ചെയ്തിട്ടുള്ള, എനിക്ക് സാധാരണ ഇങ്ങനെ ആൾക്കാരെ ഫേസ് ചെയ്തിട്ട് അങ്ങനെ ടെൻഷനും കാര്യങ്ങളും, ഇത് നമ്മൾ വർക്ക് ചെയ്യല്ലേ. കാരണം ഇത് നമ്മൾ പ്രൊഫഷണൽ ഒരു കാര്യം ചെയ്യണം. അപ്പം ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല. അപ്പോൾ ആൾക്കാർ വരുമ്പോഴാണെങ്കിൽ നമ്മൾ സെൻറ്റർ ഓഫ് മീൻസ് കമ്പനിയിലത്തെ എന്താ പറയുക ഒരാൾ വരുമ്പോൾ ആദ്യം എൻ്റെ അടുത്ത് വന്നിട്ടാണ് ഒരു കാര്യങ്ങൾ ചോദിക്കണം. അതും പല രാജ്യക്കാരും
പല ടൈപ്പിലുള്ള ആൾക്കാരും, മലയാളീസ് ഒന്നുമില്ല, ഫുള്ള് വേറെ വേറെ ലാംഗ്വേജസിലുള്ള ആൾക്കാരാണ് ആൾക്കാർ വരണത്. ചിലവർക്കാണ് ഇംഗ്ലീഷും എനിക്കും മനസ്സിലാവില്ല, ചില ആൾക്കാർക്ക്. അപ്പോൾ ഹിന്ദിയാണ് എനിക്കും അറിയില്ല. അപ്പോൾ അതൊക്കെ കൺവേ ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഫസ്റ്റ് കുറച്ച് ദിവസം ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ആ വർക്ക് ചെയ്ത്, സത്യം പറഞ്ഞാൽ എക്സ്പീരിയൻസ്, ഒരു കാര്യം നമ്മൾ ചെയ്താണ് നമ്മൾ എക്സ്പീരിയൻസ് ആവുക എന്താണെങ്കിലും. ഇപ്പം ഈ യൂട്യൂബ് തന്നെ ഞാൻ ആദ്യമൊക്കെ എൻ്റെ പണ്ടത്തെ വീഡിയോസ് കാണാൻ ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു, ഇപ്പം ഞാൻ ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മീൻസ് ആ ഒരു ചേഞ്ച് കണ്ടു, ട്രാൻസിഷൻ ചേഞ്ച്. അതുപോലെ തന്നെയാണ് നമുക്ക് ലൈഫിലും. പിന്നെ ക്ലയൻസ് പറയുന്ന സമയത്ത് ഗുഡ് മോർണിംഗ് സർ ഹാവ് എ സീറ്റ് എന്നൊക്കെ വേണ്ടി നമ്മൾ ഭയങ്കര കൂളായിട്ട് പിന്നെ നമ്മൾ എൻജോയ് ചെയ്യാൻ തുടങ്ങിയിട്ട്. സത്യം പറയുകയാണെങ്കിൽ ആദ്യം എന്താ പറയുക, നമ്മൾ വർക്ക് ചെയ്യുന്നിടത്താണെങ്കിൽ അവിടുത്തെ വർക്ക് ചെയ്യണ ആൾക്കാർ കുറച്ച് നമ്മുടെ പിന്നെ നമ്മൾ വർക്ക് ചെയ്യണോടത്ത് എല്ലാവരും നമ്മൾ വിചാരിക്കണ പോലെ ആവില്ല. ചിലവർക്ക് അൺനെസസറി ആറ്റിറ്റ്യൂഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ ഈ വഴി കണ്ട് ഇത് മൈൻഡ് ചെയ്യാണ്ടിരിക്കുക. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര സ്നേഹത്തിലൊക്കെ ആയിരുന്നു കേട്ടോ. അഞ്ജലിന്ന് വിളിക്കലേനുണ്ടായിരുന്നു, ശരിക്കുള്ള പേര് അഞ്ജലി എന്നാട്ടോ, ആൾക്കാർ നിക് നെയിം വിളിക്കുന്നതാട്ടോ ചിന്നു. അഞ്ജലിന്ന് വിളിക്കണേലുണ്ട് കേട്ടോ. പിന്നെ ഇത് എന്താ പറയുക, എനിക്കറിയില്ല, ആദ്യം ഇപ്പോൾ വരുമ്പോൾ ചിലപ്പോൾ കുറച്ച് ആറ്റിറ്റ്യൂഡ് ഇടണം, മീൻസ് അവർ സീനിയറല്ലോ, കുറേ നാൾ മുന്നേ വർക്ക് ചെയ്യണവരല്ലോ. അപ്പോൾ എനിക്കറിയണ്ടായിരുന്നില്ല, എനിക്ക് ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഞാൻ അവരുടെ പണിയല്ലല്ലോ ഞാൻ ചെയ്യണേ, എൻ്റെ പണി ഡിഫറെൻ്റ് ആണ്, അവരുടെ പണി ഡിഫറെൻ്റ് ആണ്. ഞാൻ എൻ്റെ കാര്യങ്ങൾ ചെയ്യും. ഞാനാണ് ഇവരെ കണക്ട് ചെയ്ത് കൊടുക്കണേ. ഒരു കസ്റ്റമർ അല്ലെങ്കിൽ ഒരു ക്ലയൻറ്റ് വരണ സമയത്ത് ഞാനായിരുന്നു പിന്നെ അവരുടെ ഏതാണ് ഇപ്പോൾ എന്താ പറയുക, ഏത് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് അവർ പോകണത് അല്ലെങ്കിൽ ഏത് സ്ഥലത്തേക്കാണ് പോകണത്, ഞാനാണ് അവരെ അസൈൻ ചെയ്ത് കൊടുക്കണേ. പിന്നെ ഞാൻ എൻ്റെ പണി ചെയ്യും. ഞാൻ കൃത്യമായിട്ട് അവർക്ക് ഇത് ഇന്ന ആൾ നിങ്ങളുടെ ക്ലയൻ്റ് ആണെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കും. എന്നിട്ട് ഇന്ന സ്ഥലത്ത് സാർ അവിടെ പോകും പറഞ്ഞിട്ട് നമ്മൾ പിന്നെ കൂളായിട്ട് സംഭവങ്ങളൊക്കെ. പിന്നെ പോകാൻ നിൽക്കുന്ന സമയത്തൊക്കെ നല്ല സ്നേഹത്തിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെയാണ് അപ്പം ഞാൻ വിചാരിച്ചു ചില ആൾക്കാർ അങ്ങനെയാണ്, ആദ്യം കുറച്ച് ആറ്റിറ്റ്യൂഡ്സും കാര്യങ്ങളൊക്കെ, പിന്നെ നമ്മൾ അടുത്തുമേരിയൊക്കെ നന്നായി സംസാരിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഒക്കെ നല്ല ആൾക്കാരാണ് അങ്ങനെ. പിന്നെ അവിടെ എന്താ പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഞാൻ വർക്ക് ചെയ്തു. എനിക്ക് ഭയങ്കര മീൻസ് വർക്ക് ലൈഫും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ആണെങ്കിൽ ട്രാവലിങ്, അതാണ് മെയിൻ ഒരു ഇഷ്യൂ. കാരണം ഞങ്ങൾ താമസിക്കണ ഒരു എന്താ പറയുക, ഫുള്ള് ഒരു റെസിഡൻസ് പോലെയാണ്. ഞാനിപ്പോൾ ഇവിടെ താമസിക്കണ പോലെ ഫുള്ള് അവിടെ എന്താ പറയുക, റെസിഡൻസിൽ ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഭയങ്കര റഷോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും ഇല്ലാത്തൊരു സ്ഥലത്താണ് ഞങ്ങൾ അവിടെ താമസിക്കണത്. ഇപ്പോൾ എനിക്ക് ഇവിടുന്ന് വർക്കിന് പോകണമെന്നുണ്ടെങ്കിൽ എനിക്ക് 2 hours ആണ്. അതായത് ട്രെയിൻ മീൻസ് മെട്രോ കയറിയിട്ടും അതുപോലെ തന്നെ ബസ് കയറിയിട്ടും ഒക്കെ എനിക്ക് 2 hours ഒക്കെയാണ് ഇവിടുന്ന് അവിടേക്ക് പോകണം. നേരത്തെ എണീക്കും. അപ്പോൾ ഏട്ടനാണെങ്കിൽ സെയിം, ഞാൻ വർക്ക് ചെയ്യണോടത്ത് സെയിം കുറച്ച് ഡിസ്റ്റൻസ് ഉള്ളൂ. പക്ഷെ ഏട്ടന് 12 മണിക്ക് ഓഫീസിൽ പോയാൽ മതി. ഏട്ടനാണെങ്കിൽ കാറുണ്ട്, കാറിൽ ഏട്ടനും പോകുമ്പോൾ ഒരു 1/2 hour കൊണ്ട് ഏട്ടൻ ഓഫീസിലെത്തും. ഞാനാണെങ്കിൽ സെയിം സ്ഥലത്തേക്ക് ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ ഞാൻ 2 hours എടുത്തിട്ടാണ് ഞാൻ പോകുന്നതും. വരണ സമയത്തും ചില സമയത്ത് ബസ് ഉണ്ടാവാറില്ല, വെയിറ്റ് ചെയ്ത് നിൽക്കണം. അതുപോലെ തന്നെ മെട്രോയിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ എന്താ പറയുക, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. മെട്രോയിൽ വലിയ തിരക്കുണ്ടാവും, എൻ്റെ അമ്മ തിരക്കില്ല എന്നല്ല, ഈ ട്രാഫിക്കോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. പക്ഷെ ബസ്സിൽ ഭയങ്കര ട്രാഫിക്കും കാര്യങ്ങളാണ്. വീട്ടിലെത്തുമ്പോൾ ചില സമയത്ത് 9 മണിയൊക്കെ ആവണ സമയമുണ്ട്. അപ്പോഴാണെങ്കിൽ ഞാനാണെങ്കിൽ 10 to 6 ജോബ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യും. അവിടെ ആണെങ്കിൽ പിന്നെ നമുക്ക് ബ്രേക്ക് അങ്ങനെ 1/2 hour മാത്രമേ ബ്രേക്കുള്ളൂ. അങ്ങനെ കുറച്ച് കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ അവസാനം ഹെൽത്തും കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയപ്പോൾ പിന്നെ വേണ്ട. പിന്നെ ഞങ്ങൾ ട്രിപ്പും പോയി, അതിൻ്റെ ഇടയ്ക്ക് തായ്ലാൻഡിലേക്ക് ട്രിപ്പും പോയി. എല്ലാം കൂട്ടിയിട്ട് പിന്നെ ആകെ നേരത്തെ എണീച്ച് പോവും വേണം. പിന്നെ അത് മാത്രമല്ല ഹെൽത്തും കുറച്ച് സീനായി. പിന്നെ അങ്ങനെയാണ് ഞാൻ മനസ്സോടെയാണ് ഞാൻ ജോബ് എന്നിട്ട് വേണ്ട വെച്ചിട്ട് അടുത്ത ദിവസം ഭയങ്കര വിഷമമുണ്ടെന്ന് വെച്ചാൽ എന്നും ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നായിരുന്നു. ഇത്തിരി ബുദ്ധിമുട്ടിയാലും പിന്നെ തീരെ പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ടായിരുന്നു പിന്നെ ഞാൻ എന്താ പറയുക ജോബ് ഇതായി. അപ്പോൾ അവിടെ ഞാൻ നോക്കുമ്പോൾ നിങ്ങളോട് എന്താ പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ നല്ല എന്താ പറയുക സ്കാമും അതൊന്നും അല്ലാത്ത ഇതിൽ നമ്മൾ നോക്കി കണ്ടെത്തി നമ്മൾ ഇത്തിരി ടൈം എടുത്ത് നമുക്ക് ജോബ് വേണം, നമുക്കൊരു ജോലി കിട്ടണം. അല്ലെങ്കിൽ നമുക്ക് അവിടെ അല്ലാണ്ട് വെറുതെ നമ്മൾ അവിടെ വന്നിട്ട് ഒരു ഇൻട്രസ്റ്റ് ഇല്ലാണ്ട് നോക്കിയിട്ട് കാര്യമില്ല. ഞാൻ ആദ്യമൊക്കെ എല്ലാ ജോബിനും അപ്ലൈ ചെയ്യായിരുന്നു. അതുകൊണ്ടൊരു എക്സ്പീരിയൻസ് കിട്ടിയിട്ടോ. എല്ലാ ജോബിനും അപ്ലൈ ചെയ്ത് നമ്മൾ വിളിച്ചിട്ട് നമ്മൾ പോകുമ്പോൾ ഡിഫറെൻറ്റ് ഇതിലുള്ള ഓരോ നമുക്ക് കിട്ടുന്നതെന്ന്. അപ്പോൾ അവിടെ പോകുമ്പോൾ ഇൻ്റർവ്യൂസിനൊക്കെ ആണെങ്കിലും അവർ ചോദിക്കണ ഓരോ കാര്യങ്ങളാണെങ്കിലും നമുക്കൊരു ഒരു എക്സ്പീരിയൻസ്. ഞാൻ
ബേസിക്കലി ഒരു എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ പുതിയ ആൾക്കാർ, പുതിയ ഓരോ അപ്പോൾ കുറേ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് തന്നെ കിട്ടി കേട്ടോ. അപ്പോൾ അതൊക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ട് എനിക്കത് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ദുബായിൽ ഇപ്പോൾ ജോബ് നോക്കുകയാണെങ്കിൽ ആദ്യം തന്നെ ഈ ആപ്പുകളും കാര്യങ്ങളൊക്കെ, പിന്നെ റെഫറൻസ്, എന്നെ ആരും റെഫർ ചെയ്തിട്ടില്ല. ഇപ്പോൾ ഹസ്ബൻഡ്സിനോ അല്ലെങ്കിൽ നമ്മളെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ അവിടെയുള്ള ആർക്കെങ്കിലും റെഫർ ചെയ്യാം, ഇന്ന കുട്ടി അവിടെ ഇങ്ങനെ ഇതാക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരാളുടെ റെഫറൻസോ അല്ലെങ്കിൽ റെക്കമെൻഡേഷനിലോ ഞാൻ ഇതായിട്ടില്ല. ഞാൻ സ്വയം ജോബ് കണ്ടെത്തി നോക്കി എനിക്ക് വേണം, എനിക്ക് ജോലി കിട്ടണം എന്നുള്ള രീതിയിൽ ഞാൻ നോക്കിയതാണ്. എന്നോട് കുറേ പേര് ചോദിച്ചു, ഹസ്ബൻഡിനോട് റെഫറൻസ് ചോദിച്ചു അല്ലെങ്കിൽ റെക്കമെൻഡേഷൻ ചോദിച്ചില്ലേ. ഏട്ടൻ വർക്ക് ചെയ്യാൻ തോന്നുന്നത് ഫിനാൻഷ്യൽ ഫീൽഡാണ്. എനിക്കാണെങ്കിൽ അത് ഇപ്പോൾ റെഫറൻസ് ചെയ്തിട്ട് ഇപ്പോൾ അവിടെ പോകണമെങ്കിൽ വേറെ ഏതെങ്കിലും തവണ എനിക്ക് അങ്ങനെ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. ഏട്ടൻ പറഞ്ഞു അല്ലെങ്കിൽ ഏട്ടൻ റെക്കമെൻഡ് ചെയ്തിട്ട് ഏട്ടൻ്റെ റെഫറൻസ് വഴി എനിക്കൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. ഞാൻ ഇന്നേ വരെ ഏട്ടനോട് ചോദിച്ചിട്ടുമില്ല ഏട്ടൻ എന്തെങ്കിലും ജോലി എനിക്ക് ഒപ്പിച്ചു തരുമോ, ഞാൻ ചോദിച്ചിട്ടില്ല. എനിക്ക് ഇതിപ്പോൾ ഒന്നാമത് എനിക്കിപ്പോൾ ജോലി കിട്ടിയിട്ട് അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നില്ല. അച്ഛനമ്മ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ടൈം എടുത്തിട്ട് ഞാൻ കണ്ടെത്തും. പിന്നെ സപ്പോർട്ടിന് വേണ്ടിയിട്ട് അച്ഛനും അമ്മയും പിന്നെ എല്ലാവരും കുട്ടീനൊക്കെ നോക്കി ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്നു. ഞാൻ തന്നെ എനിക്ക് ജോബ് നോക്കണം, എനിക്ക് കിട്ടണം, എനിക്ക് ഇഷ്ടപ്പെട്ടത് ഞാൻ ചെയ്യുള്ളൂ, അങ്ങനെ ഒരു ഇത് ഞാൻ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോയി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അവിടെ വർക്ക് മീൻസ് സ്റ്റാർട്ടിങ് തൊട്ടിട്ട് ഇതുവരെ. എനിക്ക് എന്താ പറയുക, ഓരോ ദിവസം ഓരോ ഡിഫറെൻറ്റ് ഓരോ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ ഓരോ ക്ലയൻസ് ഒക്കെ വരുമ്പോൾ ഓരോ ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നു അവിടെ പോയിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് എന്താ പറയുക എൻ്റെ ജോബ്, എനിക്ക് ദുബായിൽ ഇങ്ങനെ ജോബ് കിട്ടിയതും പിന്നെ എൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളും പിന്നെ റിസൈൻ ചെയ്ത് പോകാനുള്ള കാരണവും ഇതൊക്കെയാണ്. ഇനിയിപ്പോൾ നോക്കണം, ജോബ് വീണ്ടും നോക്കണം. ഇനിയിപ്പോൾ കുറച്ച് നാളിപ്പോൾ നാട്ടിലാലോ, അപ്പോൾ നാട്ടിൽ നിന്ന് ഇനി ദുബായിലേക്ക് പോകുമ്പോൾ വീണ്ടും നോക്കണം എന്നാണ് എൻ്റെ പ്ലാനും കാര്യങ്ങളും. അങ്ങനെ അപ്പോൾ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോസായി ഞാൻ വരുന്നതായിരിക്കും. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ തന്നെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യണമെങ്കിൽ കമൻറ്റ് ചെയ്യാം. അല്ലെങ്കിൽ കൂടുതൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് ഇതിലേക്ക് കമൻറ്റ് ചെയ്യാൻ ചില കാര്യങ്ങളൊക്കെ നമുക്ക് കമൻറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഈ യൂട്യൂബ് ചാനൽ തന്നെ മേലെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ കയറിയിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ കുറേ പേര് എനിക്ക് അങ്ങനെ അയക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അവർക്കൊക്കെ ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ അയച്ചാലും ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരാം കേട്ടോ, എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. ബൈ.